നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മുംബൈക്കടുത്ത് ഭീവണ്ടിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജെയിംസ് വാട്സൺ, അമേരിക്കൻ സിറ്റിസനാകുന്ന ജെയിംസ് വാട്സൺ, അദ്ദേഹത്തിനെതിരെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ്റെ കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. തദ്ദേശീയരാകുന്ന 2 ലോക്കൽ പാസ്റ്റേഴ്സിനോടൊപ്പം ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഈ ജെയിംസ് വാട്സന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. 29-ാം തീയതി, അതായത് ഇന്നലെ ബുധനാഴ്ച, ഭീവണ്ടി സെഷൻസ് കോർട്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ വാർത്ത നമ്മൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞുവെങ്കിലും ഈ വാർത്ത സെക്കുലർ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് വേഗത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊരു തീരുമാനമാണ് ആസാദി കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ന് ദൈനിക് ഭാസ്കറിൽ വാർത്ത വന്നിരിക്കുന്നു. അതായത് ജെയിംസ് വാട്സന് ബെയില് കിട്ടിയെന്നുള്ള വാർത്ത സെക്കുലർ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജെയിംസ് വാട്സൻ്റെ അറസ്റ്റിനെക്കുറിച്ച് കൺസേണുള്ള, അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ആളുകൾക്ക്, ആസാദിയിലൂടെ കേട്ടിട്ടുള്ള ആളുകൾക്ക് ആ വാർത്ത എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭീവണ്ടി സെഷൻസ് കോർട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നു. 30,000 രൂപയും വ്യക്തിപരമായിട്ട് തൻ്റെ തന്നെ ഉള്ള ഒരു ജാമ്യത്തിലാണ് തന്നെ അയച്ചിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും ഈ ഭീവണ്ടി പോലീസ് സ്റ്റേഷനിൽ, അതായത് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് അദ്ദേഹത്തിന് ഒപ്പിടണം. സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഇത്തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളാണ് വച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ജെയിംസ് വാട്സന് വേണ്ടി ഒരു ആൾ ജാമ്യം നിൽക്കുവാൻ ആരെയും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ തന്നെ ലോക്കലായിട്ടുള്ള തദ്ദേശീയരായ ആരെങ്കിലും അദ്ദേഹത്തിന് ആൾ ജാമ്യം കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ, കഴിഞ്ഞ ദിവസം കോർട്ട് അങ്ങനെ ഒരു ആൾ ജാമ്യം ആവശ്യപ്പെട്ടില്ല. തൻ്റെ തന്നെ ജാമ്യത്തിൽ 30,000 രൂപ അടച്ച് തനിക്ക് ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതോടൊപ്പം തന്നെ മുംബൈ ഹൈക്കോടതിയിൽ താൻ കൊടുത്ത ഒരു പെറ്റീഷനുണ്ട്, ഒരപേക്ഷയുണ്ട്. തനിക്കെതിരെയുള്ള FIR അത് ഇല്ലീഗലാണ്, അത് ക്യാൻസൽ ചെയ്യണമെന്നുള്ള അപേക്ഷ കോടതി തള്ളിക്കളവാനിടയെ തുടർന്നു കേസ്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകും. ഭീവണ്ടിക്കടുത്ത് ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വെച്ചാണ് ഈ പറഞ്ഞ ജെയിംസ് വാട്സനെ അറസ്റ്റ് ചെയ്യുന്നത്. ജെയിംസ് വാട്സൺ അദ്ദേഹം ഈ കേസ് ഇല്ലീഗലാണെന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തിൻ്റെ ന്യായം, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നു. അതെങ്ങനെ ഫോഴ്സ്ഡ് കൺവേർഷൻ ആകും? വിദേശിയായ ഒരാൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു ചർച്ചിലോ ഒരു പൊതുസ്ഥലത്തോ ഒരു പ്രാർത്ഥനയ്ക്കോ അറ്റൻഡ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഇന്ത്യയിൽ നിയമമില്ലല്ലോ. അതുകൊണ്ട് അത് ഇല്ലീഗൽ അറസ്റ്റാണ്. അതുകൊണ്ട് ആ ഒരു FIR ക്യാൻസൽ ചെയ്യണമെന്നുള്ള അപേക്ഷയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്താണെങ്കിലും ഈ ഒരു സംഭവങ്ങൾ ഉയർത്തിവിടുന്ന ചില ചോദ്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വിദേശ ടൂറിസ്റ്റ് ഇന്ത്യയിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക. ഞായറാഴ്ച അദ്ദേഹത്തിന് ഒരു ആരാധനാലയത്തിൽ പങ്കെടുക്കണം, സൺഡേ വർഷിപ്പിൽ പങ്കെടുക്കണം. അദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ആരാധനാലയം കണ്ടുപിടിക്കുന്നു, അവിടെ ആരാധനയ്ക്കെത്തുന്നു. വിദേശിയായ ഒരാൾ ഒരു ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ പോലീസ് വന്നിട്ട് ഈ ആൾ വിദേശിയാണ്, കൺവേർഷന് വേണ്ടി വന്നതാണ് എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ല ആ ചർച്ച് വിദേശികളെ ഉപയോഗിച്ച് കൺവേർഷൻ നടത്തുന്നു എന്നതാണ് ആരോപണമെങ്കിൽ, അത് വലിയ ഭരണഘടനാപരമാകുന്ന പ്രതിസന്ധികൾ, കാരണം ഈ പറഞ്ഞതുപോലെ ഇല്ലീഗൽ കേസെന്ന ഒരു വാദത്തിന് കാരണമായിത്തീരും. ഇവിടെ വലിയൊരു ചോദ്യമാണ്, വിദേശിയായ ഒരാൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഒരു ചർച്ചിൽ അയാളുടെ സൺഡേ ആരാധനയിൽ പങ്കെടുക്കുവാൻ, അയാളുടെ ആരാധനയ്ക്കുള്ള ഒരു അവകാശം, ഒരു അനുഭവത്തിന് വേണ്ടി അയാൾ കടന്നുപോയാൽ അത് കുറ്റകരമാകുമോ എന്ന ചോദ്യം. ഈ സമയത്ത് ഞാൻ നേരത്തെ ശുശ്രൂഷയുമായി ചേർന്ന് നിന്ന സഭയുടെ ചില അനുഭവങ്ങൾ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് VT റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ചർച്ചിൽ ചില നാളുകൾ ഞാൻ ആ ചർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും VT സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ചർച്ച് എന്ന നിലയിൽ VTയും പരിസര പ്രദേശങ്ങളും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് പല വിദേശികളാകുന്ന ആളുകളും ഈ പറഞ്ഞ ഞങ്ങളുടെ പ്രാർത്ഥനാ സഭ നടക്കുന്ന സ്കൂളിൻ്റെ മുൻപിലുള്ള ഫുട്പാത്തിലൂടെ പോകുമ്പോൾ
വർഷിപ്പിൻ്റെ സൗണ്ട് കേട്ടോ, പ്രാർത്ഥനയുടെ സൗണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ചർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കിയോ ഞായറാഴ്ച ആരാധനയ്ക്ക് അവിടെ വന്ന് കയറിയിരുന്ന അനുഭവങ്ങളുണ്ട്. അവരുടെ ബാക്ക് പാക്കുമായിട്ടൊക്കെ ആ ആളുകൾ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ, വിദേശികളായ ആളുകൾ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ അവരൊരു പക്ഷേ ഫുൾ ആരാധനയിൽ പങ്കെടുക്കുകയില്ല. 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ ഇരുന്ന് ഒരു ക്രിസ്ത്യൻ ചർച്ച് കണ്ടിട്ട് അവരങ്ങ് പോകും. അങ്ങനൊരു സാഹചര്യത്തിൽ ആരെങ്കിലും പറയുകയാണ്, നോക്ക് ഈ ചർച്ചിൽ വിദേശികൾ വന്നിരിക്കുന്നു, മതപരിവർത്തനത്തിനാണ് എന്ന് ആരോപിച്ച് ആ വിദേശിയെ അറസ്റ്റ് ചെയ്യുന്നതിന് യുക്തിയുണ്ടോ? ആ ചർച്ചിൻ്റെ മേൽ വിദേശികളെ ഉപയോഗിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നതിന് യുക്തിയുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ സംഭവങ്ങൾ ഉണർത്തുകയാണ്. എന്താണെങ്കിലും ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന തരത്തിൽ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കിയുള്ള അറസ്റ്റുകൾ, അതുണ്ടാക്കുന്ന ഭയങ്ങൾ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.